സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതായിരിക്കും? ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പലതായിരിക്കും. ചിലർ പറയും, എനിക്ക് നല്ല കൺകുളിർമയുള്ള മക്കളെ ലഭിച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. വേറെ ചില ആളുകൾ ഇണയെ, ഭാര്യയെ, ഭർത്താവിനെ വലിയ അനുഗ്രഹമായി കൊണ്ട് പറയും. മറ്റു ചിലർ അവർക്ക് ലഭിച്ച ജോലിയും അവരുടെ ബിസിനസ്സും അവരുടെ സമ്പത്തും തുടങ്ങിയതൊക്കെ അനുഗ്രഹങ്ങളായിട്ട് പറയും. ഓരോരുത്തർക്കും അവർക്ക് പറയാനുള്ള അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിക്ക് അവൻ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതായിരിക്കും? അതിനുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിൻ്റെ 164-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് ആ വചനമാണ്. അല്ലാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്തിരിക്കുന്നു. വിശ്വാസികളെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ, ഒരു ദൂതനെ, ഒരു പ്രവാചകനെ അവരിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? യത്ലു അലൈഹിം ആയാതിഹി, ആ പ്രവാചകൻ അവർക്ക് മേൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്നു. വയുസക്കീഹിം, അവരെ പരിഷ്കരിച്ചെടുക്കുന്നു, അവരെ നന്നാക്കിയെടുക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. കാരണം ആ പ്രവാചകൻ അവരിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അവർ അങ്ങേയറ്റത്തെ വഴികേടിലായിരുന്നു. പരിപൂർണമായ വഴികേടിലായിരുന്ന ഒരു സമൂഹത്തെ നേർവഴിയിലേക്ക് എത്തിക്കാനായി ഒരു പ്രവാചകനെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് നമ്മൾ എത്രത്തോളം റബ്ബിനോട് നന്ദി കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തെ അങ്ങേയറ്റം കാത്തു സൂക്ഷിച്ചവരായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്നതിനാൽ തന്നെ ആ പ്രവാചകനോടുള്ള ഇഷ്ടം അവരുടെ ജീവിതത്തിലുടനീളം അവർ പ്രകടമാക്കിയിരുന്നു. സഹാബികളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധ്യമാകും. മഹാനായ ദുൽ ഖുവൈസിറത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മതസ്സാഅ, പ്രവാചക, എപ്പോഴാണ് അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. അന്ത്യനാൾ ഇന്ന ദിവസമാണ്, അതിന്റെ അടയാളം എന്നതായിരിക്കും എന്നൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടില്ല. പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, വമാദാ അഅദത ലഹ, അന്ത്യനാൾ നീ ഇങ്ങനെ ചോദിച്ചു നടക്കുന്നു, കാത്തിരിക്കുന്നു, ആ അന്ത്യദിനത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ് വറസൂലഹു, ഒന്നും എൻ്റെ കയ്യിലില്ല, ഒരൊറ്റ കാര്യം മാത്രം, അള്ളാഹുവിനെയും പ്രവാചകനെയും ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. ഞാൻ പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ചത് അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടുമുള്ള ഹുബ്ബ് മാത്രമാണ് എന്ന സഹാബി ആ മനുഷ്യൻ തിരിച്ചു പറയുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, എങ്കിൽ നീ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെയായിരിക്കും നീ ഉണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ
നീ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയായിരിക്കും നീ പരലോകത്തുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമ്മളിലേക്ക് എത്തിച്ചു നൽകിയ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം പറയുകയാണ്, അദ്ദേഹം പറയുന്നത്, ഫമാ ഫരിഹനാ ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക മൻ അഹ്ബബ്ത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞതിന് ശേഷം, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പോ ശേഷമോ ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല എന്നാണ്. അൻത മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയായിരിക്കും നീ ഉണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഞങ്ങളെ ആ കാര്യം അങ്ങേറ്റം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരുടെ സ്നേഹം സത്യസന്ധമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സത്യസന്ധമായി കൊണ്ട് സ്നേഹിച്ചിരുന്നു. അവരുടെ സ്നേഹം പകരമില്ലാത്തതായിരുന്നു, പകരം വെക്കാനില്ലാത്തതായിരുന്നു. കാപട്യമായിരുന്നില്ല ആ പ്രവാചകരോടുള്ള അവരുടെ സ്നേഹം. അവരുടെ ജീവിതത്തിന് മുഴുവനും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച സ്നേഹം അത് സത്യസന്ധമായിരുന്നു. അതെല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾക്കുള്ള സ്നേഹം എത്രത്തോളമാണ് എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാതിനാ വ മിനൽ മാഇൽ ളമഇ മാഇൽ ബാരിദി മിനൽ ളമ. അല്ലാഹുവാണ് സത്യം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്കുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഉപ്പമാരെക്കാളായിരുന്നു, ഞങ്ങളുടെ ഉമ്മമാരെക്കാളായിരുന്നു, ഞങ്ങളുടെ സമ്പത്തിനേക്കാളായിരുന്നു, ഞങ്ങൾക്ക് ദാഹിക്കുമ്പോൾ ലഭിക്കുന്ന തണുത്ത വെള്ളത്തേക്കാൾ ഞങ്ങളുടെ പ്രവാചകനെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നുവെന്നാണ് അവർ കൊടുത്ത മറുപടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, സമ്പത്തിനേക്കാളെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. കുടിക്കുന്ന വെള്ളത്തേക്കാൾ, ദാഹം വരുമ്പോൾ ആ ദാഹം ശമിപ്പിക്കുന്ന, കൊടും വേനലിൽ ഉഷ്ണത്തിൽ തൊണ്ടക്കാശ്വാസമായി വയറിനാശ്വാസമായി കൊണ്ട് വായിലേക്ക് ഇറക്കുന്ന തണുത്ത കുടിനീരിനേക്കാൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമായിരുന്നുവെന്ന് പ്രവാചകന്റെ സഹാബി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത്രത്തോളം അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. അവരുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകനോട് കാണിച്ച സ്നേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവർ കാണിച്ച സ്നേഹവും അങ്ങേയറ്റമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ നിലക്ക് സ്നേഹം കാണിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകുമ്പോൾ മാത്രമാണ് ഒരുവന്റെ വിശ്വാസം പരിപൂർണമാകുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനെ പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ പിതാക്കളെക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പരിപൂർണമാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ എന്തിനേക്കാൾ വലുതായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകനോടുള്ള ഇഷ്ടത്തെ കൊണ്ടുവെക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പരിപൂർണമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയ്യ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ ഏറ്റവും അടുത്തവൻ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ സഹോദരന്മാരെ നമുക്ക് കഴിയണം. ഇത് കേവലം പ്രവാചകന്റെ സഹാബികൾക്ക് മാത്രമുള്ള കൽപ്പനയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച പ്രവാചകന്റെ സഹാബികൾക്ക് മാത്രമുള്ള കൽപ്പനയല്ല അന്നബിയ്യ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നുള്ളത്. സ്വന്തത്തേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്ന്, ഏറ്റവും അടുപ്പക്കാരനാകേണ്ടവരാണ് എന്ന്, ഏറ്റവും ഇഷ്ടമുള്ളവരാകേണ്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്ക് മാത്രമുള്ള കൽപ്പനയല്ല, ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കുമുള്ള കൽപ്പനയാണ് ആ പ്രവാചകൻ അങ്ങേറ്റം സ്നേഹിക്കണമെന്നുള്ളത്. സഹോദരന്മാരെ, സഹോദരി, നമ്മുടെ സ്നേഹം സത്യസന്ധമായും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം സത്യസന്ധമാക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം നേരെയാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനു വേണ്ടി എല്ലാം മാറ്റി വെച്ചിട്ട് കാണാൻ കഴിയുമായിരുന്നു.
അവരുടെ സ്നേഹം അവരുടെ ജീവനേക്കാൾ അപ്പുറത്തായിരുന്നു. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും വിജയിച്ചിരുന്നു. ആദ്യ സമയത്ത് അവർക്ക് വിജയം ലഭിച്ചിരുന്നു. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ആ ഉഹദ് രണഭൂമിയിൽ മുസ്ലിം ഉമ്മത്തിന് പ്രയാസം നേരിടുകയുണ്ടായി, വിശ്വാസികൾ പരാജയം അഭിമുഖീകരിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം നേരിടുകയുണ്ടായി. ശത്രുക്കൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആക്രമിക്കുകയുണ്ടായി. ഉഹദിന്റെ രണഭൂമിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം പൊട്ടി ചോര വന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവളിൽ ആണി തറച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായി പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും. അദ്ദേഹം പറഞ്ഞത്, യാ നബിയല്ലാഹ് ബി അബി അൻത വ ഉമ്മി, റസൂലേ, എൻ്റെ ഉമ്മയേക്കാൾ എൻ്റെ ഉപ്പയേക്കാൾ എനിക്ക് പ്രിയം താങ്കളാണ്. എൻ്റെ ഉപ്പയെയും ഉമ്മയെയും റസൂലേ ഞാൻ നിങ്ങൾക്ക് പകരം നൽകാം. എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് നഷ്ടപ്പെട്ടാൽ അതൊരു പ്രശ്നമല്ല റസൂലേ, താങ്കൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ലാ തുശ്രിഫു യുസീബുക സഹമുൻ മിൻ സിഹാമിൽ ഖൗമി നഹരി ദൂന നഹരിക്. റസൂലേ, ഈ ഖൗമിന്റെ ഒരമ്പും ഈ ശത്രുപക്ഷത്തിന്റെ ഒരമ്പും ഒരു കുന്തവും റസൂലേ എൻ്റെ നെഞ്ചിനെ തുളച്ചു കയറിയിട്ടല്ലാതെ താങ്കളിലേക്ക് എത്താൻ ഞാൻ സമ്മതിക്കില്ല റസൂലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സഹാബി പറഞ്ഞുവെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പോറലുമേൽക്കാതിരിക്കാൻ സ്വന്തം ശരീരം മാറ്റിവെച്ചതായിരുന്നു ആ സഹാബി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന് ശേഷം സഹാബികളോട് പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്ന ഷഹീദിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി നിങ്ങൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ മനുഷ്യനിലേക്ക് ത്വൽഹയിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം 80-ലധികം വെട്ടും കുത്തുമായിരുന്നു ആ മനുഷ്യനെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച ഒരൊറ്റ കാരണത്താൽ ശരീരത്തിലേൽക്കേണ്ടി വന്നിരുന്നത്. സ്വന്തം ശരീരത്തിൽ മുറിവേൽക്കുന്നത്, സ്വന്തം ശരീരത്തിന് പ്രയാസം സംഭവിക്കുന്നത് ഒരിക്കലും എനിക്ക് വിഷയമല്ല. എൻ്റെ ഉപ്പക്കും ഉമ്മക്കും എന്തും സംഭവിച്ചാലും പ്രവാചക എനിക്ക് പ്രശ്നമില്ല, താങ്കൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. അതേ നിലപാടിൽ തന്നെയായിരുന്നു എല്ലാ സഹാബികളും. അബൂ ഉബൈദ ആമിർ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് തളച്ച ആണി സ്വന്തം പല്ലുകൊണ്ടായിരുന്നു കടിച്ച് പുറത്തേക്ക് എടുത്തത്. ആഴത്തിൽ തറച്ച ആണി പല്ലുകൊണ്ട് കടിച്ച് വലിച്ചപ്പോൾ അദ്ദേഹത്തിന് മുൻപല്ലുകൾ കൊഴിഞ്ഞു പോയി എന്നാണ്. ജീവിതാവസാനം വരെ ആ പല്ല് തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് പല്ല് കൊഴിഞ്ഞു പോയാൽ ആ പല്ല് റീഫിറ്റ് ചെയ്യാൻ ഇന്ന് സൗകര്യങ്ങളുണ്ട്, അന്നത്തരം സൗകര്യങ്ങളില്ല. കൊഴിഞ്ഞു പോയ പല്ല് പോയത് തന്നെയാണ്. മുൻപല്ലുകൾ രണ്ടും നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യനെ കാണാൻ എന്ത് ഭംഗിയാണ് ഉണ്ടാവുക, എത്ര വിരൂപമായിരിക്കും ആ രൂപം. പക്ഷേ തൻ്റെ മുഖത്തെ പല്ലുകൾ നഷ്ടപ്പെട്ടത് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച കാരണത്താലാണ് എന്നുള്ളത് ഒരു അഭിമാനമായി കൊണ്ട് നടക്കുകയായിരുന്നു ആ സഹാബി. വലിയ സന്തോഷമായിരുന്നു ആ സഹാബിക്ക് തൻ്റെ പല്ലുകൾ നഷ്ടപ്പെട്ട വിഷയത്തിൽ. കാരണം എന്താണ്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ്. എൻ്റെ പ്രവാചകനോടുള്ള മഹബത്തിൻ്റെ, എൻ്റെ പ്രവാചകനോടുള്ള ഇഷ്ടത്തിൻ്റെ അടയാളമാണ് എൻ്റെ കൊഴിഞ്ഞുപോയ പല്ലുകൾ എന്ന് ആ സഹാബിക്ക് പറയാൻ സാധ്യമായിരുന്നു. സമാനമായി കുറേ സഹാബികൾ അവരുടെ ജീവിതം പ്രവാചക സ്നേഹത്താൽ അടയാളപ്പെടുത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെ അടയാളപ്പെടുത്തിയിരുന്നു. മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ശത്രുക്കൾ പിടിച്ചെടുത്തുകൊണ്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ ഒരു താഴ്വാരത്തിൽ കൊണ്ടുപോയി കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന് കഴിവരമൊരുക്കിക്കൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയത്ത് ഖുബൈബിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം എന്നവർ പറയുകയുണ്ടായി. അദ്ദേഹം ആ സഹാബി പറഞ്ഞത്, എങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളുക, എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നതാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നതിനേക്കാൾ എനിക്ക് പ്രയാസം. എന്നെ നിങ്ങൾക്കൊന്ന് ഇഞ്ചിഞ്ചായി മുറിച്ചു കളഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല. പക്ഷേ എൻ്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് പ്രയാസമാണ് എന്ന് അദ്ദേഹം ആ ശത്രു സംഘത്തോട് പറയുകയാണ്. സ്വന്തം ശരീരം നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പോറലേൽക്കുക പോയിട്ട് ആ പ്രവാചകന് പോറലേൽക്കുന്നത് ചിന്തിക്കാൻ പോലും
അവർക്ക് സാധ്യമായിരുന്നില്ല. അത്രയേറെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം സഹോദരന്മാരെ പകരം വെക്കാനില്ലാത്തതായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സന്ദർഭം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും. അദ്ദേഹം വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് വേദന കൊണ്ട് പുളയുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചു പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവിന് എന്തൊരു വേദനയാണ്, എൻ്റെ ഭർത്താവിന് എന്തൊരു വേദനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, ബൽ വാ ഖറബാ, അല്ല, എനിക്ക് സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്, എനിക്ക് വേദനയില്ല, എനിക്ക് സന്തോഷമാണ്. കാരണം എന്താണ്? മുഹമ്മദൻ വഹിസ്ബ, ഞാനിതാ ഇന്ന് കഴിഞ്ഞാൽ നാളെ എൻ്റെ അഹിബിനെ, എൻ്റെ മുഹിബിനെ, എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ്. പ്രവാചകനെയും പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെയും ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറത്താണ് ആ മനുഷ്യൻ സഹാബി മരണപ്പെടുന്നത്. അപ്പോഴും മരിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ പ്രവാചകനോട് ഞാൻ ചേരാനിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വ്യക്തിയുടെ സന്തോഷം അധികരിപ്പിച്ചത് എന്നാണ്. മരിക്കാൻ അവർക്ക് ആഗ്രഹം എന്താണ്? പ്രവാചകന്റെ കൂടെ ചേരാൻ കഴിയുമെന്നാണ്. റസൂലിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ മകൾ അവിടെ കരയുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വകാര്യം പറഞ്ഞു. ഒന്നാമത് സ്വകാര്യം പറഞ്ഞപ്പോൾ അവരുടെ കരച്ചിൽ അധികരിക്കുകയുണ്ടായി. വീണ്ടും പ്രവാചകൻ ചേർത്തി പിടിച്ചുകൊണ്ട് മറ്റൊരു സ്വകാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമയുടെ മുഖത്തു നിന്നും കരച്ചിൽ അപ്രത്യക്ഷമായി പുഞ്ചിരി പുറത്തേക്ക് വരികയാണ്. വർഷങ്ങൾക്കിപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കാര്യം ചോദിച്ചപ്പോൾ ഫാത്തിമ ബിബി പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ആദ്യം ചേർത്ത് പിടിച്ചപ്പോൾ പറഞ്ഞത്, ഫാത്തിമ, ഞാൻ കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും ആദ്യം എന്നിലേക്ക് അടുക്കാനിരിക്കുന്നത് ഫാത്തിമ നീയായിരിക്കുമെന്നാണ്. ആദ്യം പറഞ്ഞത് ഫാത്തിമ എൻ്റെ മരണം അടുത്തിരിക്കുന്നുവെന്നാണ്. എൻ്റെ പ്രവാചകന്റെ മരണം കേട്ടപ്പോൾ എനിക്ക് ആ സങ്കടം സഹിക്കാൻ സാധ്യമായിട്ടില്ല, അതാണ് എൻ്റെ കരച്ചിൽ അധികരിപ്പിച്ചത് എന്നാണ്. രണ്ടാമത് എൻ്റെ പ്രവാചകൻ ചേർത്തു പിടിച്ച് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്നിലേക്ക് അടുക്കുന്നത് എൻ്റെ കുടുംബത്തിൽ നീയായിരിക്കുമെന്നാണ്. അത് കേട്ടപ്പോൾ എനിക്കിതാ ഏറ്റവും അടുത്ത് തന്നെ എൻ്റെ ഉപ്പയുടെ കൂടെ ചേരാൻ കഴിയുമല്ലോ എന്നത് എന്നെ സന്തോഷിപ്പിച്ചുവെന്ന് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നോക്കൂ സഹോദരന്മാരെ, അവരുടെ സ്നേഹം എത്രത്തോളമായിരുന്നു, വളരെ സത്യസന്ധമായിരുന്നു ആ സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനെ അവർ സ്നേഹിച്ചിരുന്നു. അതേപോലെ സ്നേഹിക്കാൻ നമ്മൾക്ക് സാധ്യമായാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾക്ക് സാധ്യമാകും. പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾക്ക് സാധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബൻ, എൻ്റെ ഉമ്മത്തിൽ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാണ്? നാസുൻ യകൂനൂന ബഅദി, ഞാൻ മരിച്ച ശേഷം ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. എന്താണ് അവരുടെ പ്രത്യേകത? യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി, അവർ തങ്ങളുടെ സമ്പത്ത്, തങ്ങളുടെ കുടുംബം, തങ്ങളുടെ സ്വന്തക്കാർ അവരെ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അവർ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കാണാൻ കഴിയാത്തവർ, ഒരിക്കൽ പോലും പ്രവാചകനെ കാണാൻ സാധ്യമാകാത്തവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ജീവിച്ച ആളുകൾ, ആ ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം കാണാൻ ആഗ്രഹിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊതിച്ചിരിക്കുന്നുണ്ട് എന്ന് റസൂൽ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ വഫാത്തെടുക്കാനിരിക്കുന്ന ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബഖീൽ അർഖദിലേക്ക്, മദീനയിൽ വിശ്വാസികൾ അടക്കം ചെയ്ത ഭൂമിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് അവരോട് സലാം പറഞ്ഞു. അവിടെ കിടക്കുന്ന ആളുകളോട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സലാം പറയുകയുണ്ടായി. ശേഷം പ്രവാചകൻ പറഞ്ഞു, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എൻ്റെ സഹോദരങ്ങളെ എനിക്ക് കാണാൻ, എൻ്റെ ഇഖ്വാനുകളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസൂലിന് കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ ചോദിച്ചു, റസൂലേ,
റസൂലേ അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, റസൂലേ താങ്കളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ റസൂലേ, ഞങ്ങളല്ലേ റസൂലേ താങ്കളുടെ കൂടെ ഉള്ളത്. പ്രവാചകൻ കൊടുത്ത മറുപടി, അല്ല, അൻതും സഹാബി, നിങ്ങൾ എൻ്റെ സഹാബികളാണ്, നിങ്ങൾ എൻ്റെ കൂടെ കഴിഞ്ഞവരാണ്, നിങ്ങൾ എൻ്റെ കൂടെ പിറപ്പുകളാണ്. വൈഖ്വാനുന, എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ലം യഅ്തു ബഅദു, നിങ്ങൾക്ക് ശേഷം കടന്നു വരാനിരിക്കുന്ന ആളുകളാണ്, അവരാണ് എൻ്റെ ഇഖ്വാനുകൾ. ആ ഇഖ്വാനുകളെ കാണാൻ, എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, അതിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, അഥവാ ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ ഭൂലോകത്ത് ജീവിച്ച വിശ്വാസികളായ ആളുകൾ, അവരിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്വാനുകളാകാൻ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊതിക്കുന്നു എന്നാണ്. സഹോദരന്മാരെ, എങ്കിൽ ആ ഇഖ്വാനുകളാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഇഖ്വാനുകളായി തീരുമാൻ പ്രവാചകൻ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതെന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ, റസൂലേ, അവർക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റബ്ബിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ ചെയ്യേണ്ടത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചു തന്നത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരലാണ്. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടുന്നത്, റസൂലിനെ ഇത്തിബാ ചെയ്യുന്നവർ. സഹോദരന്മാരെ, എന്താണ് ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനെ പിൻപറ്റലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചു തന്ന കാര്യങ്ങൾ അതേപോലെ ജീവിതത്തിൽ പകർത്തലാണ്. അതെന്തായിരുന്നാലും ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്വന്തത്തെക്കാൾ, സ്വന്തം കാര്യത്തേക്കാൾ, സ്വന്തം താല്പര്യത്തെക്കാൾ വലിയ താല്പര്യം ആ പ്രവാചകന്റെ വിഷയത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധ്യമാകും. അങ്ങനെ പ്രവാചകനെ ഇത്തിബാ ചെയ്താൽ സഹോദരന്മാരെ, നമുക്ക് പ്രവാചകന്റെ കൂടെ എത്താൻ സാധ്യമാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധ്യമാകും. ആ ഇത്തിബാഇനെ പ്രവാചകന്റെ സഹാബികൾ എങ്ങനെയാണത് എന്ന് കാണിച്ചു നൽകിയിട്ടുണ്ട്. റസൂൽ ചെയ്യാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതേ പ്രകാരം ജീവിതത്തിൽ പകർത്തലാണത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പരിപൂർണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാണ് ഇത്തിബാ എന്ന് പറഞ്ഞാൽ. നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് റബീഉൽ അവ്വൽ 1 റബീഉൽ അവ്വൽ 1 തന്നെ നമ്മുടെ നാടുകളിൽ ഫ്ലക്സുകൾ വരികയായി. മർഹബൻ ബിക യാ ശഹർ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിന് മർഹബ പാടിക്കൊണ്ട് സ്വാഗതം ഓതിക്കൊണ്ട് ഫ്ലക്സുകൾ കാണുകയായി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമെന്ന പേരിൽ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ആളുകൾ ഒരുങ്ങുകയായി. കാരണം എന്താണ്? പ്രവാചകനോടുള്ള ഇഷ്ടമാണ് അവരുടെ കാരണം. അതാണ് അവർ പറയുന്നത്. എന്നാൽ പ്രവാചകനോടുള്ള ഇഷ്ടം എങ്ങനെയെങ്കിലും കാണിക്കേണ്ടതാണോ? അല്ല, അത് പ്രവാചകന്റെ സഹാബികൾ കാണിച്ചു നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ സ്വന്തം ജീവനേക്കാൾ, സ്വന്തം കുടുംബത്തേക്കാൾ, സ്വന്തം ശരീരത്തേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സഹാബികൾ പ്രവാചകന്റെ ജന്മദിനം വരുമ്പോൾ, റബീഉൽ അവ്വൽ വരുമ്പോൾ, ആ പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടപ്രകടനമായിരുന്നുവെങ്കിൽ അവർ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണിച്ചു തരുമായിരുന്നു. പക്ഷെ ചെയ്തിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം 2.5 വർഷം ഭരണം നടത്തിയ വ്യക്തിയാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകനോടുള്ള ഇഷ്ടം ഒരിക്കലും നമ്മൾ വർണ്ണിക്കുവാൻ സാധ്യമാകുന്നതല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരിക്കാൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ആവശ്യം എന്തായിരുന്നു? റസൂലിന്റെ കൂടെ ഹിജ്റ പോകണമെന്നായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ കൽപ്പന വന്നു ഹിജ്റയിൽ അബൂബക്കറിനെ കൂടെ കൂട്ടിക്കൊള്ളാൻ. ആ കാര്യം കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞ് കണ്ണുനീർ വാർക്കുകയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് ഇത്രയധികം കരയുമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് എന്നാണ്. എൻ്റെ ഉപ്പായോട് എൻ്റെ പ്രവാചകനെ പറഞ്ഞപ്പോൾ ഉപ്പയുടെ കരച്ചിൽ കണ്ടാണ് ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് ഇത്ര കരയുമെന്ന് എനിക്ക് മനസ്സിലായത് എന്നാണ്. അത്രയേറെ ഇഷ്ടം അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അബൂബക്കർ റളിയല്ലാഹു ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് ചില ആളുകളോട് പറയുമ്പോൾ
പ്രവാചകന് വിനയത്തിന്റെ ഉദാഹരണമല്ലേ? പ്രവാചകൻ എങ്ങനെയാണ് സ്വന്തം ജന്മദിനം ആഘോഷിച്ച് കാണിച്ചു നൽകുക? നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളല്ലേ ആഘോഷിക്കേണ്ടത് എന്നാണ് ചില ആളുകൾ ന്യായം പറയാറുള്ളത്. എങ്കിൽ പ്രവാചകന്റെ സഹാബി അബൂബക്കറിനേക്കാൾ സ്നേഹം നമ്മൾക്കുണ്ടോ? 2.5 വർഷം ഭരണം നടത്തിയിട്ട് 2.5 വർഷം ഭരണം നടത്തി മിനിമം 2 റബീഉൽ അവ്വലെങ്കിലും കടന്നു പോയിട്ടുണ്ടാകില്ലേ? പക്ഷേ ആ സഹാബി ഒരു ആഹ്വാനം ഇതിന്റെ വിഷയം നൽകിയത് നമുക്ക് ഇവിടെ കാണാൻ സാധ്യമാകും. അതിനുശേഷം 10 വർഷത്തിലധികം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലേ, ഞാൻ അങ്ങേ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ, എന്നെ കഴിഞ്ഞാൽ അങ്ങേ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഉമറേ, നിന്റെ വിശ്വാസം പരിപൂർണമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, റസൂലേ, എങ്കിൽ എന്നെക്കാൾ ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നുവെന്ന് തുറന്നു പറഞ്ഞ സഹാബിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ സഹാബി 10 വർഷത്തിലധികം ഭരണം നടത്തിയിട്ട് തന്റെ ഭരണകാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ റബീഉൽ അവ്വൽ ആഘോഷിക്കുവാൻ അവർ തുനിഞ്ഞിട്ടില്ല എങ്കിൽ അവരെക്കാൾ എന്ത് സ്നേഹമാണ് സഹോദരന്മാരെ നമുക്ക് അവകാശപ്പെടാനുള്ളത്? അതുകൊണ്ട് സ്നേഹപ്രകടനം എന്ന് പറഞ്ഞാൽ ഇത്തരം കാട്ടിക്കൂട്ടലുകളല്ല എന്ന് മനസ്സിലാക്കുക. മറിച്ച് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു നൽകാത്ത കാര്യങ്ങൾ ഈ ദീനിലേക്ക് കൊണ്ടുവന്നാൽ, ആരെങ്കിലും ഈ ദീനിലേക്ക് ഒരു കാര്യം കൂട്ടിച്ചേർത്താൽ, പ്രവാചകന് പറഞ്ഞില്ലേ, ഇസ്ലാമിലേക്ക് ആരെങ്കിലും ഒരു കാര്യം എൻ്റെ കൽപ്പനയില്ലാത്തത് കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് പ്രവാചകനെ പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. ചെയ്താൽ അത് പ്രവാചകരുടെ ധിക്കാരമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മൾ സന്നദ്ധമാവുക, തയ്യാറാവുക. അത് കേവലം ഒരു ദിവസത്തിലോ മാസത്തിലോ ഒതുക്കേണ്ടതല്ല, മറിച്ച് ജീവിതത്തിൽ മുച്ചൂടും ആ പ്രവാചകൻ അനുധാപനം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടായിരിക്കണം. ആ നിലയ്ക്ക് പ്രവാചകനെ സ്നേഹിക്കാനും ആ സ്നേഹങ്ങൾ ജീവിതത്തെ ഇത്തിബാആയിക്കൊണ്ട് ഇബാദത്തുകളായിക്കൊണ്ട് പ്രകടമാക്കാനും നമ്മൾ പരിശ്രമിക്കുക. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെയും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ സ്നേഹിച്ച രീതിയും നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട രീതിയുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മന്നതഅനി ദഖലൽ ജന്ന, ആരാണോ എന്നെ സ്നേഹിക്കുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബ, എന്നെ ആരാണോ ധിക്കരിക്കുന്നത് അവൻ എന്നോട് വിസമ്മതിച്ചവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ധിക്കാരം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. മറിച്ച് എപ്പോഴും അനുസരണം മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചാൽ, വമൻ അതാ അല്ലാഹ് വതഅനി ഫഖദ് അതാ അല്ലാഹ്, ആരാണോ എന്നെ അനുസരിക്കുന്നത് അവൻ അള്ളാഹുവിനെയാണ് അനുസരിച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ അസാനി ഫഖദ് അസല്ലാഹ്, ആരാണോ എന്നെ ധിക്കരിച്ചത് അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാർ, അതുകൊണ്ട് പ്രവാചകനോടുള്ള ധിക്കാരം നമ്മുടെ ഒരു വാക്കിലോ നോക്കിലോ പ്രവർത്തനത്തിലോ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധിക്കാരമാണ്. കാരണം പ്രവാചകൻ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചിട്ട് അതിൽ 10 വർഷക്കാലം മദീനയിൽ എല്ലാവിധ അധികാരങ്ങളോടുകൂടിയും പ്രവാചകൻ ജീവിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു നൽകാത്തത്, പ്രവാചകന് ശേഷം വർഷക്കണക്കിന് കാലം ഭരണം നടത്തിയ ഇസ്ലാമിൻ്റെ ഖലീഫമാർ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരാരും കാണിച്ചു നൽകാത്ത ഒരു മാതൃക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം 50 വർഷത്തിലധികം ജീവിച്ച പ്രവാചകന്റെ ഒരു ഭാര്യമാരും നമുക്ക് കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു മാർഗം, പ്രവാചകന് ശേഷം 100 വർഷം കഴിഞ്ഞ് വഫാത്തായ സഹാബികൾ ആരും കാണിച്ചു തന്നിട്ടില്ലാത്ത മാർഗം, ആ മാർഗം നമ്മളൊരാൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രവാചകനോടുള്ള ഇഷ്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചെയ്താൽ അതിനാണ് ധിക്കാരം എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരു കാര്യം അത് ദീനിൽ നമ്മൾ അതിനേക്കാൾ വലിയ കാര്യത്തിൽ ഗൗരവത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന് ധിക്കാരം എന്ന് പറയുന്നത്.
മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആരെങ്കിലും ഇസ്ലാം ഒരു കാര്യം പുതുതായി കൊണ്ട് ഒരാൾ ഒരു കാര്യം ഇസ്ലാമിൽ കടച്ചു കൂട്ടി യറാഗ ഹസന, എന്നിട്ട് ഓൻ വാദിക്കുന്നത് ഇത് നല്ലതല്ലേ എന്നാണ്. റസൂൽ ചെയ്തിട്ടില്ലെങ്കിലും ഇത് നല്ലതല്ലേ, പ്രവാചകന്റെ സഹാബികൾ ചെയ്തിട്ടില്ലെങ്കിലും ഇത് നല്ലതല്ലേ, പ്രവാചകന്റെ പത്നിമാർ ചെയ്തിട്ടില്ലെങ്കിലും ഇത് നല്ലതല്ലേ, റസൂലിനോടുള്ള ഇഷ്ടം കാണിക്കലല്ലേ, അതിന്റെ പേരിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ, കുട്ടികൾ പ്രവാചകനെ കുറിച്ച് മദ്ഹ് പാടലല്ലേ, ഇതെല്ലാം നല്ല കാര്യമല്ലേ എന്നിങ്ങനെ നല്ലതാണ് യറാഗ ഹസന, നല്ലതാണെന്നൊരുത്തനെ കണ്ടുകൊണ്ട് ചെയ്താൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ വാദിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പൂർത്തിയാക്കിയിട്ടാണ് പോയത്. ആ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആഘോഷ പ്രവർത്തനം ഉണ്ട് എന്ന് റസൂൽ കാണിച്ചു തന്നിട്ടില്ല എന്ന് വാദിക്കുകയാണ് അവൻ ചെയ്യുന്നത് എന്ന് മഹാനായ മാലിക് റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ആ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. റസൂല് കാണിക്കാത്ത, സഹാബികൾ കാണിക്കാത്ത നമുക്ക് വേണ്ട. പ്രവാചകരോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല ഒരാളും നബിദിനത്തെ വിമർശിക്കുന്നത്, റസൂലുള്ള ഇഷ്ടം കൊണ്ടാണ്. റസൂല് ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് വേണ്ട. പ്രവാചകൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലുതായി കൊണ്ടാടാൻ ഇന്നലെ തെളിവാക്കാമായിരുന്നു. പക്ഷേ അത് പ്രവാചകൻ ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുവാൻ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ ആഘോഷ പ്രവർത്തനങ്ങൾ അതിൻ്റെ പേരിൽ നടക്കുമ്പോൾ എന്തൊക്കെയായിരുന്നാലും ഇല്ല, ഞാനിതിൻ്റെ കൂടെയില്ല, ഇതിൻ്റെ പ്രവാചകന് കാണിച്ചു നൽകാത്ത മാതൃകയാണ്, അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അതിന് കിട്ടില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുവാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അപ്പോൾ എന്തെല്ലാം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നാലും ആ വിമർശനങ്ങളെല്ലാം ജിഹാദാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സുന്നത്തിനെ മുറുകെ പിടിക്കാൻ, വിദേഹത്തിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുവാൻ നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.